ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ വീട്ടിലിരുന്നിട്ട് കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കട്ടോ, 500 1000 എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഒരു ദിവസം, അത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ. പിന്നെ ഇത് നമ്മുടെ ഓൺലൈൻ ബിസിനസ്സുകളെ പോലെയൊന്നുമല്ല, ആളുകളെ ചേർക്കുന്ന പരിപാടിയോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയോ ഒന്നും ഇതിലില്ല. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് റിസ്ക് ഇല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ടൈമിനനുസരിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് ആണോ പെണ്ണ് അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്കും ടൈം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്താണ് സംഭവം, എന്താണ് വർക്ക് എന്നുള്ളതും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഫുൾ ക്ലിയർ ചെയ്തിരുന്നുണ്ട് ഈ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെല്ലിംഗ് ആണ്. റീസെല്ലിംഗ് പ്രൊഡക്റ്റ് റീസെല്ല് ചെയ്യുന്ന വർക്കാണ്. അത് എന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഡ്രസ്സ് ഐറ്റംസ് ആണ്. റെഡിമെയ്ഡ് ഐറ്റംസും ഉണ്ട്, കസ്റ്റമൈസ്ഡ് ഐറ്റംസും ഉണ്ട്. കസ്റ്റമൈസ്ഡ് നമ്മൾ തന്നെ ചെയ്യുന്ന ഇതാണ് കേട്ടോ. അതായത് കസ്റ്റമർ പറയുന്ന മോഡൽ റെഫറൻസ് നമ്മൾ ഏത് മോഡലാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഹാൻഡ് വർക്ക് ഉള്ളതോ ഹാൻഡ് വർക്ക് ഇല്ലാത്തതോ ഏത് മോഡലാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്, നമ്മൾ തന്നെയാണ് മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമറുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ടും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു സംശയവും ഇല്ലാതെ ഒരു പേടിയില്ലാതെ നമ്മളെടുത്ത് വരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അറിയുന്നവരും അറിയാത്തവരും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഓൾറെഡി റീസെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ റീസെല്ലിംഗ് എന്താണെന്ന് തീരെ അറിയാത്ത ആളുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ താല്പര്യമുള്ളവർക്ക്, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരായിക്കോട്ടെ, റീസെല്ലേഴ്സ് ആയിക്കോട്ടെ, ഓൾറെഡി റീസെല്ലേഴ്സ് ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എന്നിട്ട് ഞാൻ അതിൽ ഡെയിലി അപ്ഡേഷൻസ് ഇടുന്നുണ്ട്. ഓരോ ഡ്രസ്സ് ഐറ്റംസ്, കസ്റ്റമൈസ്ഡ് ഐറ്റംസ്, റെഫറൻസ് പിക്ക് ഞാൻ ഇടുന്നുണ്ട്. അതുപോലെ റെഡിമെയ്ഡ് സ്റ്റോക്ക് ഉള്ളതും ഞാൻ ഇടുന്നുണ്ട്. അതും അതേപോലെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പ്രൈസ്, ഏതൊക്കെ സൈസുകളാണ് ഉള്ളത്, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിലിടുന്നുണ്ട്. അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടോ, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക. അതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് നിങ്ങളും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പേഴ്സ് വെച്ചിട്ട്, നിങ്ങളുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നിങ്ങളുടെ കോണ്ടാക്റ്റുള്ള എല്ലാവരും വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിലിടുന്ന അപ്ഡേഷൻസ്, ഓരോ ഡ്രസ്സ് ഐറ്റംസും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. അതുപോലെ സ്റ്റാറ്റസ് ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുന്നവരോ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവരോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് നിങ്ങൾക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടി നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ രീതി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിടുന്ന റീസെല്ലേഴ്സിനോടാണ് പറയുന്നത്, ഞാനിടുന്ന പ്രൈസ് ഫോട്ടോസ് നിങ്ങൾ അതേപോലെ ഷെയർ ചെയ്യുക. എന്നിട്ട് കാറ്റലോഗ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള കാറ്റലോഗ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് അതിൽ ഞാൻ ഇട്ട റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു 100 രൂപയൊക്കെ കൂട്ടിയിടുക. റീസെല്ലേഴ്സിന് ഞാൻ ഒന്നും കൂടെ ലെസ് ചെയ്തിട്ട്, ഞാൻ അതിൽ നിന്ന് ഇട്ട പ്രൈസിൽ നിന്ന് കുറച്ച് റേറ്റ് ഞാൻ ലെസ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതെങ്ങനെയാണ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് റീസെല്ലേഴ്സ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഇടുന്ന റേറ്റിൽ നിന്ന് ഒന്നും കൂടെ കുറച്ചിട്ടാണ് ഞാൻ റീസെല്ലേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ആ കുറച്ച് കിട്ടുന്ന റേറ്റും അതുപോലെ നിങ്ങൾക്ക് അതിൽ കൂടെ 50 100 എന്താണെന്ന് വെച്ചാൽ അതും കൂട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കോപ്പി ചെയ്തത് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റേറ്റും കൂടെ, അതായത് നിങ്ങളുടെ ലാഭം, നിങ്ങളുടെ മാർജിനും കൂടെ അതിൽ റേറ്റ് കൂട്ടി വ്യത്യാസം വരുത്തിയിട്ട് വേണം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ആക്കാനും. മനസ്സിലായോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ റെഡിമെയ്ഡ് ഐറ്റംസിനും കസ്റ്റമൈസ്ഡ് ഐറ്റംസിനും റീസെല്ലേഴ്സിനും നമ്മൾ കൊടുക്കുന്ന റേറ്റ് രണ്ടും വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് ഐറ്റംസിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് റീസെല്ലേഴ്സിനും കസ്റ്റമൈസ്ഡ് ഐറ്റംസിന്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ.
അതായത് നിങ്ങൾ എനിക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വാട്സപ്പിലൂടെ പറഞ്ഞു തരാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഗ്രൂപ്പിലിടുന്ന എല്ലാ പോസ്റ്റും മാക്സിമം മുഴുവനും നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലും ഷെയർ ആക്കാൻ ശ്രമിക്കണം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളെ കണ്ണിൽ നമുക്ക് രസമുണ്ട്, നമുക്ക് ഭംഗിയുണ്ടെന്ന് തോന്നുന്നതാണ് നമ്മൾ ഷെയർ ചെയ്യുക. പക്ഷെ അങ്ങനെ ആവില്ല മറ്റുള്ളവരുടെ കണ്ണിൽ. അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടാതെ നമ്മൾ ഷെയർ ചെയ്യാതെ മാറ്റി വെച്ചതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് ഞാൻ ഇടുന്ന എല്ലാ പോസ്റ്റും നിങ്ങളും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ആക്കാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് ഓർഡർ കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാനിതിൽ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറേ ആയി. അപ്പൊ എനിക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. തുടക്കത്തിലൊന്നും നമുക്ക് അതുപോലെ ഇപ്പൊ റീസെല്ലേഴ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന കുറേ റീസെല്ലേഴ്സ് ഉണ്ട്. ആ റീസെല്ലേഴ്സും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയി, എനിക്കിതുവരെ ഓർഡറൊന്നും കിട്ടുന്നില്ല. അതുപോലെ ഫസ്റ്റത്തെ രണ്ടാമത്തെയൊക്കെ ഓർഡറുകൾ തരുന്നവർ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഞങ്ങൾ ഫസ്റ്റത്തെ വർക്കാണ്, ഫസ്റ്റത്തെ ഓർഡറാണ്, കുറേ കാലമായി ഞങ്ങളിത് 1-2 മാസമായി അല്ലെങ്കിൽ കുറേ ദിവസങ്ങളായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ ആരും ഒന്നും ചോദിക്കുന്നില്ല, ചെയ്യുന്നില്ല. ചിലവരൊക്കെ നമുക്ക് ഇതെന്താ റേറ്റ് അല്ലെങ്കിൽ ഇതിന് വേറെ കളറുണ്ടോ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു പോകും, പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. ചിലവരൊന്നും ഇതുവരെ ആരും ചോദിക്കാത്തവർ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1-2 മാസത്തോളം ചിലവർക്ക് അത് നമ്മൾ ഭാഗ്യം പോലെ ഉണ്ട്. ചിലവർക്ക് ചിലപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങി നാളെ മറ്റന്ന് തന്നെ ഓർഡർ കിട്ടുന്നവരുണ്ട്. ചിലവർക്കൊക്കെ ആഴ്ചകളോ 1-2 മാസമൊക്കെ കഴിഞ്ഞാൽ തന്നെ ഓർഡർ കിട്ടുള്ളൂ. അങ്ങനെയുള്ളവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ നമുക്ക് ഓർഡർ കിട്ടുന്നില്ല, ആരും ഒന്നും ചോദിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും എന്താ പറയുക നിരാശപ്പെടണ്ട. നമുക്ക് ഓർഡർ കിട്ടും, നമുക്കും ഒരു സമയം വരും. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിൽ ചിലരൊക്കെ താല്പര്യമില്ലാത്തവർ ലെഫ്റ്റ് ആയി പോവും. അപ്പം അതിനും ആരും നിരാശപ്പെടേണ്ട. പിന്നെ നമ്മൾ മാക്സിമം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് മാക്സിമം നമ്മൾ ഷെയർ ആക്കുക. നമുക്ക് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് അവരോട് അവരുടെ ഫ്രണ്ട്സിനോ അവരുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാൻ പറയാം. മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കാൻ പറയാം. അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് പുതിയ പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ആയി വരും. എന്നിട്ട് നമുക്ക് ഓർഡേഴ്സും സാവധാനം കിട്ടിത്തുടങ്ങും. ഓക്കെ. പിന്നെ ഇതിന് നമ്മൾ ബൾക്കായിട്ട് എടുത്തിട്ട് വീട്ടിൽ സാധനം ഇറക്കി വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമ്മളെ ടൈമിനനുസരിച്ചിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആരെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്, ഈ ഓർഡർ നമുക്ക് വേണം എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഓർഡർ അവർക്ക് കൺഫേം ആണ് എന്നുണ്ടെങ്കിൽ അഡ്രസ്സ് വാങ്ങിച്ച് പേയ്മെൻറ്റും വാങ്ങിച്ചിട്ട്, പേയ്മെൻറ്റ് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മൾ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ആദ്യം തന്നെ വാങ്ങിക്കും. പിന്നെ അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുകയും അവർക്ക് 3 ഡേയ്സിന് വർക്ക് ചെയ്യുന്ന 2-3 ഡേയ്സിനുള്ളിൽ അവർക്ക് ഐറ്റം കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരുപാട് വഴുകൊന്നുമില്ല. പിന്നെ കസ്റ്റമൈസ്ഡ് ഐറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഫുൾ പേയ്മെന്റ് അത് കസ്റ്റമേഴ്സിന് നമ്മൾ വിട്ടുകൊടുക്കും കേട്ടോ. അതായത് ഫുൾ പേയ്മെന്റ് തരാം, കുഴപ്പമില്ലാത്തവർക്ക് ഫുൾ പേയ്മെന്റ് തരാം. അതല്ലാത്തവർക്ക് അഡ്വാൻസ് തന്നാൽ മതി. അഡ്വാൻസ് തന്നിട്ട് നമ്മൾ നമ്മൾ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്ന ടൈമിൽ അവർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവർ ഓക്കെ ആയി അങ്ങനെയുള്ള ഡിസ്പാച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബാലൻസ് എമൗണ്ട് കിട്ടിയാൽ മതി. അങ്ങനെയാണ് കസ്റ്റമൈസേഷന് നമ്മൾ കൊടുക്കുന്നത്. 2 രീതിയിലാണ്. ഒന്ന് അഡ്വാൻസ് തന്നിട്ട് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഫുൾ പേയ്മെന്റ് ചെയ്തിട്ട് തരുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണ്. പിന്നെ വീട്ടിലിറക്കി ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ വെച്ചാൽ അങ്ങനെ വീട്ടിൽ സെയിൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് റീസെല്ലേഴ്സ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ബൾക്കായിട്ട് സാധനം എടുത്തിട്ട് വീട്ടിലിരുന്നിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട്. വീട്ടിൽ സാധനം വെച്ച് നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് എടുക്കുന്നവരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് റീസെല്ലേഴ്സിനും ചില ഷോപ്പുകളിലും നമ്മൾ ബൾക്കായിട്ട് സാധനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഗ്രൂപ്പിലിടുന്ന റേറ്റിൽ നിന്ന് കുറച്ചും കൂടെയൊക്കെ കമ്മിയാക്കിയിട്ടാണ് ബൾക്കായിട്ട് എടുക്കുമ്പോൾ കൊടുക്കുന്നത്. പിന്നെ പേയ്മെന്റിന്റെ കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് ചെയ്യേണ്ടത്.
ഫുൾ ഉത്തരവാദിത്തത്തോടെ ഞാൻ ചെയ്തു തരും. അതല്ല, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നമ്മളെ നേരിട്ടിട്ട് ഒരിക്കലും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കരുത്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരിട്ട് നമ്മളെടുത്തേക്കാണ് വരിക. നമ്മളെടുത്ത് വന്നിട്ട് അവർ ഓർഡർ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു കസ്റ്റമറിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം. അതായത് അവരുടെ അഡ്രസ്സ് വാങ്ങുന്നതും അവർ ഓർഡർ ചോദിക്കുമ്പോൾ അവരുടെ അഡ്രസ്സ് വാങ്ങുന്നതും പേയ്മെന്റ് വാങ്ങുന്നതും എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ലാഭം നിങ്ങൾ എടുത്തിട്ട് ബാലൻസ് എൻ്റെ റേറ്റ് എന്താണോ അതാണ് നിങ്ങൾ എനിക്ക് പേയ്മെന്റ് ചെയ്ത് തരേണ്ടത്. ഓക്കെ, കൂടെ അവരുടെ അഡ്രസ്സും അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ജോബിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക. അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുപോലെ വാട്സപ്പിൽ ജോയിൻ ചെയ്തിട്ട് വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെയും പറഞ്ഞു തരാം. പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ ചോദിക്കുക കേട്ടോ. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് എൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെയായിരുന്നു രീതികൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ചോദിക്കട്ടെ കമന്റിൽ. ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എങ്ങനെയായിരുന്നു, എന്താണ്, എത്രയായി തുടങ്ങിയിട്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വാട്സപ്പിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് റീസെല്ലേഴ്സ് എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പം ഞാൻ അതിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. റീസെല്ലേഴ്സ് അപ്പോൾ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.